സിമി ആമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ചിക്കൻ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുക്കിങ്ങിൽ ഞാൻ അത്ര വലിയ സംഭവമൊന്നും അല്ല, പക്ഷേ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വിചാരിക്കാറുണ്ട് അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം ചിക്കനും ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഇത്രത്തോളം എടുക്കാതിരിക്കാം, കാരണം എനിക്ക് ഉള്ളി കൂടുതൽ ഇടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉള്ളി എടുത്തത്. ഉള്ളി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മധുരം തോന്നിക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഉള്ളി ഇടുന്നതിനോട് താല്പര്യം. ചിക്കനും മട്ടനും ഒക്കെ വെക്കുമ്പോൾ ഉള്ളി, തക്കാളി ഇതൊക്കെ കൂടുതൽ ഇടുന്നതാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ ഉള്ളി ഞാൻ ഇതേപോലെ അരിഞ്ഞ് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതേപോലെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുകയാണ് ഞാൻ ചെയ്തത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മൂട്ടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ചിക്കൻ ആയതുകൊണ്ട് ഒരല്പം മസാലപ്പൊടി കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ചിക്കൻ തോരൻ ആയതുകൊണ്ട് പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. പെരിഞ്ജീരകം ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്തു എന്ന് മാത്രം. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കി വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ച് വെച്ച് വേവിക്കണം. കറി വയ്ക്കാനുള്ള ചിക്കനിൽ നിന്ന് ഒരല്പം എടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ചിക്കൻ തോരൻ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറുതായിട്ട് എല്ലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ അടച്ചു വെച്ചു. വെള്ളം ഒന്നും ഒഴിച്ചില്ല, പക്ഷേ ഇതിലേക്ക് വെള്ളം ഊർന്നിറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചു. ചിക്കനിലേക്ക് ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വെള്ളം നന്നായിട്ട് ഊർന്നിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചു. ചിക്കൻ വേവുന്ന നേരത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി, ഒരല്പം മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, ആവശ്യത്തിന് തേങ്ങ, ഒരല്പം കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. പിന്നെ മുളക് പൊടി ഞാൻ കുറച്ചെടുക്കാൻ കാരണം കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ്. അതിനെ എല്ലാം കൂടി ചേർത്ത് തോരത്തിന് അരയ്ക്കുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ അരപ്പിനെ നമുക്ക് ചിക്കനിലിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം. അപ്പോൾ അരപ്പ് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വെന്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. വെള്ളമൊക്കെ പോയി നമുക്കൊന്ന് കഴിച്ചു നോക്കുമ്പോൾ വെന്തെന്ന് തോന്നുന്ന പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ആടിൻ്റെ തലത്തോരൻ പോലെ അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ തോരനും കേട്ടോ. ഇത് ചപ്പാത്തി, അപ്പം, ഒറട്ടി ഇതിനോടൊപ്പമൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.